എടേ ഇന്നലെ ആണെങ്കില് ഭയങ്കര മഴയും ഭയങ്കര ഇതായിരുന്നു. നമ്മളാണെങ്കിൽ ഒരു പൊട്ട സ്വപ്നം കണ്ടടേ. എനിക്കറിയില്ല അതെന്ത് സ്വപ്നമായിരുന്നു. നമ്മള് സ്ലെൻഡർമാനെ സ്വപ്നം കണ്ടേക്കണു. നമുക്കാണെങ്കിൽ ഉറക്കം റെഡി ആയില്ല. ഫുൾ മഴ കാരണം എന്റെ അമ്മ എന്തൊരു സൗണ്ടായിരുന്നു ഇടിവെട്ടൊക്കെ. എടേ ഇവിടെ കരണ്ടും പോയി കിടക്കാണ് കേട്ടാ. അത് ശരി, അടിപൊളി. അത് നമ്മൾ റെഡി ആയി വന്നിട്ട് നമുക്കാണെങ്കിൽ മൈക്കുള്ള വീട്ടിൽ പോകണം. സോ ഒന്ന് ചില്ലാവണേ. ഭയങ്കര എനിക്ക് ആ സ്വപ്നം കണ്ടെങ്കിൽ അത് അത്ര ഇഷ്ടമല്ല. മനസ്സിലായി, സ്ലെൻഡർമാനൊന്നും സ്വപ്നത്തിലൊന്നും നമ്മളങ്ങനെ കാണാറില്ല. പക്ഷെ എന്തോ ഭയങ്കര ഒരു മൂഡ് പോയി നമ്മുടെ. മൈക്കിളിവിടെ ചേട്ടാ, മൈക്കിളിവിടെ ഇല്ലേ? ഓക്കെ അതെ, ഇത് ജിമ്മിയല്ലേ നിങ്ങളെ? ജിമ്മിയൊക്കെ ഇവിടെ നിൽക്കണ്ടല്ലോ. മൈക്കിളിന്റെ കാറൊക്കെ എവിടെയാണോ കാണാനില്ല. മൈക്കിൾ, ഹലോ. മൈക്കിൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞേ, പക്ഷെ മൈക്കിളിനെ കാണാനില്ല. ഹലോ മൈക്കിളിന്റെ ശരി, ഇവിടെ ഇവിടെ യോഗയും പരിപാടിയൊക്കെ. മൈക്കിള് മനസ്സിൽ യോഗ എണീറ്റ് വന്നേണേ ഞാൻ യോഗ. ഒരു കാര്യം പറയാണ്ട്. എടേ ഞാനാണെങ്കിൽ കുറച്ചൊന്നിങ്ങനെ മൈൻഡ് ഔട്ട് ആയിടേ. സംഭവം എന്ന് വെച്ചാൽ പൊട്ട സ്വപ്നം കണ്ടേ. സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലെൻഡർമാൻ ഇല്ല, അതാണ് ഞാൻ കണ്ടേ. അതിന് ശേഷം ഞങ്ങള് ഒന്ന് റെഡി ആവണ്ടേ മൈൻഡ്. സോ നമുക്ക് കറങ്ങാൻ പോയാലും ചോദിക്കാൻ വന്നാണ് ഞാൻ. അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ മൈക്കിള്. ഉള്ള കാര്യാണല്ലോ, നമുക്ക് അങ്ങനെ ഇതാണല്ലോ. ഞാൻ നിന്നോട് ഒന്നേ പറഞ്ഞത് സ്ലെൻഡർമാനും കോപ്പൊന്നല്ലേ, ഇത് ആരെ വേഷം കിട്ടിയാണ് ഞങ്ങളാ. ഓക്കെ എനിക്കറിയാം നിനക്ക് സംഭവം വിശ്വാസമില്ല. എന്തായാലും ഞാൻ ഇവിടെ ഇരിക്കാം, നീ പോയി ഡ്രസ് ഇട്ടിടുക. ശരി എന്നാ ഞാനിപ്പോ പോയിട്ട് വരാം. ടിവിയുടെ റിമോട്ട് അവിടുത്തെ ടിവിയുടെ റിമോട്ട് എവിടെ കൊണ്ടുവച്ചാണോ? ഈ റേഡിയോ വെക്കാല്ലേ. ഓക്കെ, കുറച്ചേരം ന്യൂസ് കേട്ടിരിക്കാം. എന്താണ് സംഭവം? മൈക്കിളെ ഹലോ, ഇങ്ങോട്ട് വാ. ഇതൊന്ന് കേട്ടു നോക്കി. ഇതെന്താ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വിശ്വാസമില്ല. ഇത് എന്താ കേട്ടു നോക്ക്. കേട്ടാ ഇപ്പൊ വിശ്വാസമായത് എനിക്ക്. അപ്പോ നീ ഇന്നലെ കണ്ടു പറഞ്ഞ സ്വപ്നല്ല, അത് റിയൽ ആണോ? മൈക്കിൾ, അപ്പൊ അത് റിയൽ ആയിരുന്നു. ഞാൻ സ്വപ്നം കണ്ടല്ല. ഞാൻ രാത്രി നമ്മൾ എണീറ്റപ്പോ സ്വപ്നാന്ന് വിചാരിച്ചേ. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നേടേ. അപ്പൊ അത് നീ ഒന്ന് ചില്ലടേ. അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ലടേ. ഈ സ്ലെൻഡർമാൻ ഇതൊക്കെ ശരിക്കൊരു ആൾക്കാരുണ്ടാക്കേണ്ടതാണോ? ശരിക്കും ഇല്ല, ശരിക്കും മനസ്സിലായില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യുവാ. അതെ മറ്റേ പറഞ്ഞ വിളിച്ചു നോക്കി. എന്നോട് പറഞ്ഞ ഞാൻ പറയാ ഒരു വിശ്വാസം ഇല്ലടേ. മനസ്സിലായില്ലേ? ന്യൂസിൽ വന്നിട്ട് ഒരാള് വിശ്വസിക്കണില്ല. അതാണ് ട്രവറിനെ വിളിച്ചു നോക്ക്. ഞങ്ങൾ അന്ന് എന്താ കണ്ടെന്ന് ട്രവറിന് അറിയാം. അവൻ ഈ കാര്യം ഒന്നാമത്തെ കാര്യം ഒരു പേടിച്ചു പറഞ്ഞാൽ കാണുന്നത് തന്നെയാണ്. അത് അവൻ പേടിച്ചിട്ടൊന്നല്ലടേ. ഇയാൾ എന്തൊരു മണ്ടനാണ്. ഇവ കേട്ടാ ഗ്രോസ് സ്ട്രീറ്റിൽ കണ്ടു എന്നാണ് പറയണേ. നിന്നെ പോലെ പൊട്ടന്മാരെന്നെ എനിക്ക് ഗ്രോസ് സ്ട്രീറ്റിൽ. അതന്നെയാണ് സംഭവം. എന്റെ പൊന്നെ, ഇയാളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടേ. സോ ഇത് എനിക്കറിയില്ല, നിനക്കത് തോന്നുന്നു. എനിക്ക് ട്രവറിനെ കൊണ്ടുപോയിട്ടുള്ള ഇതിനു മുന്നേ. സോ പിന്നെയും അഗെയിൻ സ്ലെൻഡർമാൻ സിറ്റിയിൽ വരാന്ന് പറഞ്ഞാ ഞാൻ ഒന്നാമത്തെ സ്ലെൻഡർമാൻ ഗ്രോസ് സ്ട്രീറ്റിൽ വരാനുള്ള ഒരു സാധ്യത എനിക്ക് മനസ്സിലാവണില്ല സത്യം പറഞ്ഞ. അതെനിക്ക് അറിയില്ലടേ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇടാം. വാ മൈക്കിള, വാ. മച്ചാനടേ, ഇവിടെ എന്താ സ്ലെൻഡർമാനെ കണ്ടുവന്നത് പറയണ്ടല്ലോ. നീ മറ്റേ ടീമിലുള്ള നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അല്ല, നിങ്ങളെയാണ് ന്യൂസിൽ കാണിച്ചത്. പിന്നെ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയാനായിരുന്നു. വലിയ ഷോ നടക്കല്ലേ നിങ്ങള്. കാര്യം പറ. എന്റെ പൊന്നു വെച്ചാല് ഞങ്ങൾ ഇവിടെ പേടിച്ചിരിക്കുകയാണ്. സ്ലെൻഡർമാനെ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ കുറച്ച് പിള്ളേര് പറയണം. മനസ്സിലായോ? ഇവിടുന്ന് വിട്ട നിങ്ങൾ നിങ്ങളുടെ മറ്റേ ടീമില്ല, അവരോട് പോയി ചോദിച്ചേ. ഇവര് കണ്ടു എന്നൊക്കെ പറയണ്ടേ. എനിക്കറിയില്ല ഇവരെ കുറിച്ചൊന്നും. നമ്മളെന്തായാലും നമ്മുടെ ആൾക്കാരുടെ അടുത്ത് ഇവരോട് ചോദിച്ചോ. ഇവർക്ക് എന്തായാലും അറിയുണ്ടാവണം. മനസ്സിലായില്ലേ? മച്ചാനോ ഈ സ്ലെൻഡർമാനെ കണ്ടു എന്നൊക്കെ പറയണേ നിങ്ങളാണോ കണ്ടത്? ന്യൂസിൽ വന്നല്ലോ, അത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പിള്ളേര് പറയണ്ടായിരുന്നു. കണ്ടു തന്നെയാണ് പറയണേ. ലാമറ അതെ, ഈ സ്ലെൻഡർമാനെ കണ്ടു എന്നൊക്കെ പറയണ്ടെന്ന സംഭവം ശരിക്കുള്ളതാണോ? നീ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സ്ലെൻഡർമാൻ ഉണ്ട്. ഓക്കെ, കണ്ണുകൊണ്ട് കണ്ടാണ് ഞാൻ. സത്യമായിട്ടാണ് സ്ലെൻഡർമാൻ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്റെ വീട്ടിൽ ഇന്നലെ സ്ലെൻഡർമാനെ കണ്ടു. നൈറ്റ് മഴയത്ത് ഇടിവെട്ടി നിൽക്കണ നേരത്ത്. നിന്റെ വീട്ടിലോ? എന്തൊരു
പേടിപ്പിക്കണേ നീ. പിന്നെ നീ എന്തോന്നാ കണ്ടു എന്ന് പറയണേ? അതന്നെ ഞാനും കണ്ടേ. എവിടെയാണ് ഈ സ്ലെൻഡർമാൻ കൂടുതലുണ്ടാവാൻ ചാൻസ് ഉള്ളത്? അതാ മറ്റേ വെയർ ഹൗസിന്റെ അവിടെയൊക്കെയാണ് കൂടുതലുണ്ടാവണോ, ആരാ അറിയാലോ. എന്നൊരു കാര്യം ചെയ്യ്, വണ്ടി എടുക്കുക. വാ 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 വാ, ഇപ്പൊ റെഡി ആക്കി കൊടുക്കാം. മൈക്കിളുടെ പേടിന്ന് മാറ്റി കൊടുത്തുള്ള കാര്യം തന്നെ. പിന്നെ അവൻ സ്ലെൻഡർമാനെ പേടിയാണ്. കേറ് 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 കേറ്. തന്റെ പേടി ഞാൻ ഒന്ന് മാറ്റി തരാം. അവന് സ്ലെൻഡർമാൻ ഇല്ലാന്ന് മൈക്കിള് ഞാൻ വിശ്വസിപ്പിക്കാം. നമ്മളിപ്പോ എങ്ങോട്ട് പോണെന്ന്? എന്തെങ്ങോട്ട്? നമ്മള് വേറെ ഹൗസിക്കാ പോണേ. എന്നെ ആ വളവിലൊന്ന് ഇറക്കി വിട്ടേക്കണേ, ഞാൻ ഇല്ലടേ. പക്ഷേ പേടിയാ അച്ഛനെ. ഒരു 3 ടോർച്ച് എടുത്തേ, 3 ടോർച്ച് എടുത്തോ. ടോർച്ച് അതിന്തൊരു മോഷിക്കാൻ പോണേ രാത്രി. ആ റേഡിയോ ഒന്നാക്കിയത്. കേക്ക് കേക്ക്, അത് കേക്ക്, അത് കേക്ക്. എന്താ സ്ലെൻഡർമാനൊക്കെ പറയുന്നത്? എന്തൊരു സംഭവം എന്താണ്? ആ അതാണ് നമ്മുടെ സിറ്റിയില് സ്ലെൻഡർമാൻ തിരിച്ചു വന്നിട്ടുണ്ട് മനസ്സിലെ. കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ അവിടെ ഞാൻ കണ്ടു, ലാമറും കണ്ടു എന്നാണ് പറയണത്. സോ നമ്മളൊരു ടോർച്ച് ഒക്കെ എടുത്തൊന്ന് എടുക്കാൻ പോണവനെ മനസ്സിലെ. എടാ താനുണ്ടോ? നമ്മളൊന്ന് ചില്ലി ഇറങ്ങിയതാണ്. ഇതാണ്ടായി പറ. ലോസ് ആൻഡേഴ്സിൽ സ്ലെൻഡർമാൻ വന്നിട്ടുണ്ടെന്നൊരു ഡൗട്ട്. പിന്നെ മൈക്കിളിന് വിശ്വാസം ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ. എനിക്കെന്തോ നല്ല തലവേദന, ഞാൻ ഒന്ന് പോട്ടെ. ഓക്കെ ഓക്കെ, എന്തായാലും കൈ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ പോവാം. എന്തായാലും മൈക്കിളിനുള്ള വിശ്വാസം ഇല്ലാതെ മനസ്സിലെ. നമ്മളാണെങ്കിൽ ഇപ്പൊ ആ വെയർ ഹൗസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് കൂടുതലായിട്ട് കണ്ടു എന്ന് ആൾക്കാർ പറയണെന്ന് പറഞ്ഞേ. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോ അവിടെ ഒരു സൗണ്ട്. എടാ നിങ്ങളൊന്ന് വന്നാൽ നിങ്ങൾ കേട്ടില്ലേ? ഞാൻ കേട്ടു, എനിക്ക് പേടിയുണ്ട്. നിങ്ങൾ പേടിക്കല്ലേ? ഇതെന്താണ് ഇവിടെ? എന്താണ്? എടാ ഇതെന്താ? ഇതെന്തിരി? ഇയാളെന്തിനാ ആരുടെ വാഴ? ഇതെന്താണ് സംഭവം? അവനെ കൊന്ന്. അടിപൊളി. ഏത് പോലീസുകാരനാണ്? എനിക്കോടെ ഇവനാണ് മറ്റേ സ്ലെൻഡർമാൻ എന്ന് പറഞ്ഞ പറ്റിച്ചേർന്ന, അങ്ങനെ പോലീസ് പിടിച്ചു കൊന്ന്. വൈകളതാൻ എന്തൊക്കെ പറയണേ? എനിക്ക് പേടിയാവുന്ന ഫ്രണ്ട് ഇവിടെ മൊത്തത്തിലൊരിത്. ഏയ് നിങ്ങൾ പേടിക്കല്ല, അങ്ങനെ പേടിക്കല്ല. ഇവിടെ ഒരു പോലീസ് വണ്ടി കിടക്കണ്ട. എന്തായാലും എനിക്ക് തോന്നണ ഈ പോലീസുകാരൻ കയറും ഇവിടെ സ്ലെൻഡർമാനെ കണ്ടിട്ട് നന്നായിരിക്കാനാണ് സാധ്യത മനസ്സിലായില്ലേ. പോലീസ് വണ്ടി കൂടെ കിടക്കുന്നുണ്ട്. ആർക്ക് റേഞ്ചർ ആയിരുന്നു അവര്? ഞാൻ പറഞ്ഞില്ല, അത് തന്നെ. മൈക്കിളത്താവൊന്ന് വിശ്വസിക്കാനായിട്ട് ഇതാവ് മനസ്സിലായില്ലേ. ഇവിടെ ഒരു വെയർ ഹൗസ് വരെ ഉണ്ട്. ഇവിടെ എവിടെ കണ്ടു എന്നാണ് പറയണത്. സ്ലെൻഡർമാനെ കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാണും. എനിക്കറിയില്ല സത്യത്തില്. ഇവിടെ ഒന്നും സ്ലെൻഡർമാൻ ഒന്നുമില്ല, ഒന്ന് പോകണം. ശരി മക്കളെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ വിജയിക്കട്ടെ. ഈ വീട് അടച്ചുപൂട്ടി കിടക്കുന്ന ഒരു വീടാ. സ്ലെൻഡർമാൻ കുറച്ച് കണ്ണുകൂടി വാടേ. നമ്മുടെ മൈക്കിളിലൊന്ന് കാണിച്ചു കൊടുക്കും. ഓക്കേ, ഞാൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ലല്ലോ മൈക്കിളെ. ഇപ്പൊ കറണ്ട് പോയപ്പോ മനസ്സിലായില്ലേ ഇവിടെ എന്തോ സംഭവം ഉണ്ട് ശരിക്കും മനസ്സിലായ. കറണ്ട് പോയപ്പോ എനിക്ക് വിശ്വാസമായില്ലേ. ചെറിയ പേടിയുണ്ട്. പേടിക്കല്ലേ 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 പേടിക്കല്ലേ. വാ 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 വാ. ഈ വെയർ ഹൗസിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ നമുക്ക്? ഹലോ ഹലോ, ഈ വേറെ വെയർ ഹൗസിന്റെ ഉള്ളിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല മൈക്കിളെ. നിങ്ങൾ ടോർച്ച് എടുത്തേ. ടോർച്ച് എടുത്തേക്കല്ലേ? എടുത്തെടുത്ത വാ വാ വാ. ടോർച്ചൊക്കെ എടുത്തോ. കാരണം ഇവിടെ കണ്ണുപോലും കാണാൻ മനസ്സിലായില്ലേ. ഓക്കെ 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 ഓക്കെ. ഈ വെയർ ഹൗസില് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സ്ലെൻഡർമാൻ ഒന്ന് കണ്ടാ മതിയായിരുന്നു. പ്ലീസ് സ്ലെൻഡർമാൻ പ്ലീസ്. പശു കണ്ടു കണ്ടു കണ്ടു. അവിടെ മൈക്കിളെ ഞാൻ കണ്ടു. നീ പേടിപ്പിക്കാൻ നിർത്തി. ഇവിടെ സ്ലെൻഡർമാനും കോപ്പൊന്നുമില്ല മനസ്സിലായില്ലേ. അല്ല ഞാൻ പശുവിന്റെ സൗണ്ട് കേട്ട് നോക്കിയതാ, പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവനെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഉണ്ടായിരുന്നു സ്ലെൻഡർമാൻ. സ്ലെൻഡർമാൻ കളിപ്പിക്കല്ലേ? ഇവിടെ കുറെ പശു കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടില്ല ഒരാളവിടെ നിക്കണ്ടേ? സ്ലെൻഡർമാൻ ഇനി അല്ലേ എനിക്കറിയില്ല. ഈ പശുക്കളൊക്കെ എന്തെങ്കിലും ചെയ്യും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ. ഞാൻ സ്ലെൻഡർമാനെ കണ്ടടേ, പക്ഷെ അവനെ ഇപ്പൊ കാണാനില്ല. സ്ലെൻഡർമാൻ വരാൻ പറ്റിക്ക് പാടേ. ഇവിടെ സ്ലെൻഡർമാനും തേങ്ങുന്നില്ല. ഞാൻ സമയം കളയല്ലേ ഫ്രണ്ട്ലി. എനിക്ക് പേടിയുണ്ട്. സ്ലെൻഡർമാൻ ഉണ്ട് ഇവിടെ. അതാ ഞാൻ പറഞ്ഞേ, ഇവൻ വിശ്വസിക്കില്ല അവൻ ചെയ്യില്ലേ. ഇത്ര പറഞ്ഞാലും വിശ്വസിക്കും. അയ്യോ എന്തിന്? ഞാൻ വിചാരിച്ചു അത് സ്ലെൻഡർമാനാന്നറേ. എന്തോ കോഴിയുടെ ചിഹ്ന. എവിടെ സ്ലെൻഡർമാൻ തിരിച്ചയ്യോ. നിങ്ങളൊന്ന് നോക്കിയിട്ട് കുറച്ചോണ്ട് പേടിക്കല്ലേ പേടിക്കല്ലേ. നിങ്ങളിങ്ങനെ ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിയേ. ഇതിന്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടല്ലോ നിക്കാൻ. എന്താണ് എന്ത് കാര്യം? എന്ത് ഇവിടെ എന്തുണ്ട് ഫ്രണ്ട്ലി? ഇവിടെ എന്തുണ്ട്? എന്നെ ഇവിടെ മോളിൽ എടുത്തിട്ടു ഫ്രണ്ട്ലി. മോളിൽ വീഴാനാ? എന്തൊക്കെയാണ് രണ്ട് പ്രാന്തന്മാര് കൂടി പറയണം. നിർത്ത നിങ്ങൾ. എന്താ സംഭവം? എന്താ? ഞാനൊന്നുമില്ലടേ നിങ്ങളുടെ കൂടെ. എന്റെ നിക്ക് 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 അങ്ങനെ പറയല്ലേ. അങ്ങനെ പറഞ്ഞ ഇനി ശരിയാവണം. നിക്ക് 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 നിക്ക്. നമുക്കിത് കണ്ടുപിടിച്ചിട്ട് പോവാം. പറയണേക്ക് ഈ സ്ലെൻഡർമാൻ ടെലിപ്പോർട്ട് ആവുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ല പരിപാടിയാണോ? നല്ല കോമഡി. ഉള്ള കാര്യം പറഞ്ഞേ. ഇയാളെന്തിന്? ഇയാളൊന്നും വിശ്വസിക്കൂല ഒരുമാതിരി.
ഞാൻ പറയാലോ ഇപ്പൊ തനിക്ക് വിശ്വാസമായ ഇപ്പൊ എനിക്ക് എന്തോ കുറച്ച് വിശ്വാസമായി. ഇവനെന്ത് പറ്റി? എന്താണ്ടാ ഇവന്? എടോ അതാ ഞാൻ പറഞ്ഞു, ഇവൻ നമ്മുടെ കൂടെ സംസാരിക്കരുതില്ല. പെട്ടെന്ന് ഇവ ഇവിടുന്ന് വീണ എനിക്ക് മനസ്സിലാവുള്ളടേ. ഇവ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഭൂമിന്നോണ്ട് പോയി നേരെ ഇവിടുന്ന് വന്ന് വീണു. എന്തൊരു സംഭവം ഉണ്ടേ? ഞാൻ പറയാലോ ഫ്രാങ്ക്ലിൻ, ഞാൻ കണ്ടു ഫ്രാങ്ക്ലിൻ, ഇവിടെ സ്ലെൻഡർമാൻ ഉണ്ട്. നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ? ഞാൻ പറയാലോ ഇവിടെ എനിക്ക് ഇപ്പോഴും മൈക്കിൾ അന്ന് തിരിഞ്ഞു നോക്കി. തന്റെ ബാക്കിലെന്താ തിരിഞ്ഞു നോക്ക്, തിരിഞ്ഞു നോക്ക്. തനിക്ക് വിശ്വാസമുണ്ടേ? താൻ തിരിഞ്ഞു നോക്ക്, ഞാൻ എന്നിട്ട് ഓടാൻ പോവാ. എന്താണോ എന്റെ ബാക്കിൽ എന്താ? നോക്ക് താൻ നോക്ക്. ഇപ്പൊ വിശ്വാസമായത് എനിക്ക്. എന്താ കണ്ടോണ്ടിരിക്കണ? എന്താ പറ? സ്ലെൻഡർമാൻ മനസ്സിലായാ? ഫ്രാങ്ക്ലിൻ ഒരു കാര്യം ചെയ്തോ? മൈക്കിൾ ഓടിക്കോ ഓടിത്തള്ളു മൈക്കിൾ ഓട് മൈക്കിൾ ഓട്. സ്ലെൻഡർമാൻ ഫോളോ ചെയ്യണ്ട് ഓടിക്കോ. എടീ കാറെടുത്തോ. കാണാനില്ല അതിനെ. നമ്മുടെ പിന്നാലെ അത് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണാനില്ല. ഞാൻ ഒരു കാര്യം പോയിട്ട് നമുക്ക് ലാമറിനെ എടുക്കണ്ട വേഗം, അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും സംഭവിക്കും. ഇതാണ് ഞാൻ തന്നോട് പറഞ്ഞത്. എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വന്ന മനസ്സിലായില്ലേ? എനിക്ക് സത്യം പറഞ്ഞ അറിയില്ല എന്ത് ഇവിടെ അന്നത്തെക്കാളും പവറായി. അന്ന് നമുക്ക് എനിക്കറിയില്ല ഈ ടാങ്കിൾസ് ഒക്കെ അതിനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതിന് കണ്ടില്ലേ? ഇത് വേറെ ലെവല്. ഇവിടുത്തെ ഈ ഒരു ഫീൽ തന്നെ കണ്ടില്ലേ മൈക്കിളെ? ഞാൻ പറഞ്ഞില്ലേ തന്നോട്? സത്യം നമുക്ക് പോവാണ്. നിന്റെ വണ്ടി എടുക്കും. സൂക്ഷിക്കണം മൈക്കിളെ. പക്ഷെ ഇവിടെ വീഡിയോ ഉണ്ട് അവൻ. ഓക്കെ, ഇവിടെ വീഡിയോ ഉണ്ട്. തന്റെ കയ്യിൽ വെപ്പൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെപ്പൺ എടുത്ത് വെച്ചോ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ കയ്യിലുള്ള ഒരു വെപ്പൺ തരാം, എന്നാ പിടിച്ചോ. ഓക്കെ, വാ. കാരണം ഇവിടെ എന്തോ പ്രശ്നമുള്ള ഏരിയ ആണോ? അത് എനിക്കറിയായിരുന്നു, മനസ്സിലായില്ലേ? അല്ല ലാമറിന്റെ ലാമറല്ലോ. ഇവിടെ ലാമറിനെ കാണാനില്ല. ശരിയാണല്ലോ, ഇവിടെയാണല്ലോ ലാമറിന്റെ ബോഡി ഉണ്ടായിരുന്നത്. ലാമറല്ലോ. ഓ ഷിറ്റ്, എടേ പണി പാളിയെന്നതാണ്. ഇവിടെ നമ്മൾ അവനെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയ വാഴ. എനിക്കവിടെ ലാമറിന്റെ സ്ലെൻഡർമാൻ കൊണ്ടുപോയി. അത് വലിയ പ്രശ്നമായില്ലോടെ. എടേ ലാമറിനെ സ്ലെൻഡർമാൻ കൊണ്ടുപോയി. അവൻ പറഞ്ഞ നമ്മളോട് ഇങ്ങോട്ട് വരില്ലേ പോവാന്ന്. എന്തൊക്കെ കാണിക്കണം നമ്മള്. മൈക്കിളല്ലോ ഇവിടെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. തലേനോട് ഇവിടെ ഈ വഴി ഇറങ്ങാൻ പറ്റുമോ? ഇല്ലേ താൻ ചാവ് ഉറപ്പാ. ഇവിടുന്ന് ചാടിയ പ്രശ്നമില്ലാന്ന്. വാ. അല്ല അതൊക്കെ, പക്ഷെ നമ്മുടെ കാറ് കാണാനില്ലോടെ. ഇവിടെ കാറ് കാണാനില്ല. എനിക്ക് സ്ലെൻഡർമാൻ എല്ലാവരും ടെലിപ്പോർട്ട് ആക്കും. അതുപോലെ നമ്മുടെ കാറും എങ്ങോട്ടോ ടെലിപ്പോർട്ട് ആക്കി. അതാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അത് ഭയങ്കര റിസ്ക് ആണ്. ഇനി എങ്ങനെ കാറ് നമ്മളതിനെ കണ്ടുപിടിക്കുക? അപ്പൊ ഇവിടെ സ്ലെൻഡർമാൻ ഉണ്ട്. അയ്യോ കാറ് കാണാനിടെ. ഇവിടെ എന്തോ കാര്യമായിട്ട് വലിയ പ്രശ്നം നടക്കണ ഏരിയ. സ്ലെൻഡർമാൻ പക്ഷെ ശരിക്കും ഉണ്ട്, മനസ്സിലായില്ലേ? നമ്മുടെ കാറ് കിട്ടി. എനിക്കിവിടെ നമുക്ക് തോന്നിയതായിരിക്കും ഇവിടെ ഇനിയായിരിക്കും കാറ് പാർക്ക് ചെയ്തായിരുന്നത്. ശരി ഇവിടെ ഇനിയായിരിക്കും. കേറ് ടെലിപ്പോർട്ട് ഒന്നും ആയതല്ല. ഫ്രാങ്ക്ലിൻ മുമ്പിലോട്ട് നോക്കി. മൈക്കിളെ ഒന്നും നോക്കണ്ട, വേഗം വിട്ടോ. ഇവിടെ സ്ലെൻഡർമാൻ ഇത്ര എനിക്കറിയില്ല. വഴി മാറിപ്പോയി. ഇവിടെ സ്ലെൻഡർമാൻ അപ്പൊ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടണം. ഇവിടെ ഭയങ്കര ബാഡ് ഏരിയ തോന്നട്ടാ. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ ശ്രമിക്കുകയാണ്. നമ്മൾ സ്ലെൻഡർമാൻ സിറ്റിയിലെ ഗെയിം വന്നേക്കാണ്. അത് കുറച്ച് പ്രശ്നമായിരിക്കാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ ലോസ് ആഞ്ചലസിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ വന്നപ്പോ നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് വലിയ മിസ്റ്റേക്ക് ആയിരുന്നു എന്നാണ് പറയണത്. അത് ട്രെവറും ഫ്രാങ്ക്ലിനും കൂടി കാണിച്ചതാണ്. പക്ഷെ ഇപ്രാവശ്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. സോ ഇനി വേറെ പ്രശ്നമുള്ള കാര്യമല്ല. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതിന്റെ ബാക്കി എന്തായാലും ഉടനെ ഉണ്ടാവും. എന്നാണോ നമ്മളിത് കണ്ടുപിടിക്കാൻ പോണെന്ന് നമുക്കറിയില്ല. എന്തായാലും സെറ്റ് ആക്കാം. ബൈ, ടേക്ക് കെയർ.